ചില വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി വളരെ പെട്ടെന്ന് എത്തിക്കാറുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടിയും അത് പെട്ടെന്ന് തന്നെ വളരെ ജനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് എത്തിച്ചേർന്ന് ഇപ്പോഴും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് മാരൻ സമ്മദ് സഖാഫിയുടെ കല്യാണവും അതിനോടനുബന്ധിച്ച് നടന്ന പാട്ടും ബെയ്ത്തും എല്ലാം. പാട്ടും നമുക്ക് കേട്ടു. മാരൻ സമ്മദ് സഖാഫിന്ന് കാത്തിരിപ്പാടേ, മാരൻ സമ്മദ് സഖാഫിന്ന് കാത്തിരിപ്പാടേ. റുസ്തമോൾ 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 മംഗലി തറവാട്ടിൽ നിന്നു മംഗളമാണ്, തറവാട്ടിൽ നിന്നു മംഗളമാണ്. കാണാത്ത കാഴ്ച സമ്മതി കാണിക്കും, പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. ഗാനത്തെ വിമർശിച്ചുകൊണ്ട് ചില മതപ്രാസംഗികർ മറ്റു വീഡിയോകൾ ഇറക്കി, പിന്നെ അത് ട്രെൻഡായി. ആ വീഡിയോയും നമുക്കൊന്ന് കണ്ടു നോക്കാം. ബുർദയ്ക്ക് പകരം പുതിയാപ്പിളയുടെയും പുതിയവണ്ണിന്റെയും മദ്ഹായി. ബുർദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ, അതിന് പകരം ഇപ്പൊ പുതിയവണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മദ്ഹായി. അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ്, നൗഷാദ് ബാക്കവി ഒരു ബാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല. പിന്നെ എന്റെ കൊച്ചാപ്പാടെ മക്കളല്ലേ അത് പാടാൻ പോയത്. പുതിയാപ്പളയുടെ മദ്ഹ് എന്നിട്ട് പുതിയവണ്ണ് ഇറങ്ങി വരുമ്പോ നട്ടലുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈമാനുള്ളവൻ, നട്ടല്ലുള്ളെന്ന് ഞാൻ പറയണില്ല, ഈമാനുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈ തലക്കെട്ടും കെട്ടി ഈ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുസ്തമോളെ ഉണ്ടാക്കണ്ട. ഒരു സെൻറ്റ് ഭൂമി പോലും കയ്യില്ലാത്ത ഒരു സാധാരണ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണം. അവിടെ നടക്കുന്ന ആഘോഷ പരിപാടിയിലേക്ക് കുറേ മതം കുത്തിയൊക്കെ കയറ്റി ഞങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അവർക്ക് സോഷ്യൽ മീഡിയ വഴി ട്രോളുകളായി, കമൻറ്റുകളായി. ഒരു സാധാരണക്കാരന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇങ്ങനെയുള്ള ട്രോളുകളും കമൻറ്റുകളും ഒന്നും. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ മാനസികാവസ്ഥ അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല രൂപത്തിലും അർത്ഥം വെക്കാവുന്ന പോലത്തുള്ള വരികളാണ്. അപ്പോൾ അങ്ങനെ പാടിയപ്പോൾ ആ ഒരു ലൈവും ഉണ്ടായ കാരണത്താൽ ആ ലൈവിൽ നിന്ന് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തു. അതിൽ റുസ്തമോൾ റുസ്തമോൾ എന്ന് വരുന്നുണ്ട്. അപ്പോൾ റുസ്തമോൾ 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 എന്ന് പറഞ്ഞ് അതിൽ ഒരു സിന്ദാബാദ് എന്നുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തത് അങ്ങനെ ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിച്ചു. ആ പ്രചരണം ഉണ്ടായതോടുകൂടെയാണ് ഇത്രയും വലിയൊരു വിഷമത്തിലേക്ക് നമ്മളിതായത്. ഒരു സാധാരണക്കാരന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇങ്ങനെയുള്ള ട്രോളുകളും കമൻറ്റുകളും ഒന്നും. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ മാനസികാവസ്ഥ അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പരിപാടിയിൽ ഉണ്ടായ ഈ ഗാനത്തെ ഇത്ര വലിയ ഉന്നതങ്ങളിലേക്ക് മതത്തിൻ്റെ പേര് പറഞ്ഞ് കൂട്ടുപിടിച്ച് ഇത്ര വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഇരയാക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണ്.